ഹലോ, ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്നവർ വരുത്തുന്ന ചില മിസ്റ്റേക്കുകളാണ്. അതുപോലെ തന്നെ ഓൺലൈനിൻ്റെ സാധ്യതകളെ പറ്റിയിട്ടും ഞാൻ ഈ വീഡിയോയിൽ പറയും. പലരും ചെയ്യണ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലൈനിൽ നിന്ന് കേൾക്കാൻ നേരത്ത്, ഓൺലൈനിൽ ബിസിനസ് ചെയ്യാമെന്ന് പറയാൻ നേരത്ത് അവരുടെ മനസ്സിലേക്ക് ആദ്യം വന്നത് ആമസോണിൽ വിൽക്കുക, ഫ്ലിപ്കാർട്ടിൽ വിൽക്കുക എന്നുള്ളതാണ്. മറ്റു ചില വിഭാഗം ആളുകൾ ചിന്തിക്കുന്നത് വെബ്സൈറ്റുകളും മൊബൈൽ ആപ്പുകളും ഉണ്ടാക്കി അതിൽ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ രണ്ട് സ്ഥലത്തും വന്ന പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട്, വെബ്സൈറ്റ് ഉണ്ടാക്കി നിങ്ങൾ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുമ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം വെബ്സൈറ്റിൻ്റെ ആവശ്യമേ ഇല്ല. വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. പല ഫ്രീ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടെങ്കിലും അതിലെല്ലാ ഫങ്ഷൻസും ഒന്നും കിട്ടൂല. അപ്പം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല, അവിടെ കൊണ്ട് തീർന്നിട്ടില്ല. ഈ വെബ്സൈറ്റ് നമ്മൾ വെറുതെ അങ്ങ് ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമില്ല. ഇതിൻ്റെ അകത്ത് ആൾ വരണം. ഈ ആളെ കൊണ്ടുവന്നെങ്കിൽ, കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്നെങ്കിൽ നമുക്ക് വേറെ എക്സ്ട്രാ പേയ്മെൻറ്റ് ഇറക്കി അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ ശരിക്കും നിങ്ങൾക്ക് നഷ്ടമായിട്ട് ഭവിക്കും അത്. ഇനി മൊബൈൽ ആപ്ലിക്കേഷൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഈ സ്ഥിരം ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻസ് മാത്രമാണ് അധികം ആളുകളും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുള്ളൂ. നിങ്ങളുടെ കേസ് തന്നെ നിങ്ങൾ എടുക്കുക. നിങ്ങൾ എത്ര മൊബൈൽ ആപ്ലിക്കേഷൻസ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്? ഒന്നത് ഫോണിനെ സ്ലോ ആക്കും. പല ആളുകളുടെ ഫോണും നല്ല സ്പെക്കൊന്നും ഉള്ളതല്ല, അതുകൊണ്ട് അതിനെ സ്ലോ ആക്കും. പിന്നെ അത്യാവശ്യം വേണ്ട ആപ്സ് മാത്രമാണ് ഈ കസ്റ്റമേഴ്സ് അവരുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ആപ്പെല്ലാം ചെയ്തു, നല്ല രീതിയിൽ ഡെവലപ്പേഴ്സിനെ എല്ലാം കൊണ്ടുവന്ന് എങ്ങനെയൊക്കെയോ പ്രൊമോട്ട് ചെയ്ത് ആപ്പ് എങ്ങനെയൊക്കെയോ കസ്റ്റമർ ഇൻസ്റ്റാൾ ചെയ്തു, കുറച്ച് നാൾ കഴിയുമ്പോൾ അവരതങ്ങ് മറക്കുകയും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുകയും ചെയ്യും. അപ്പോൾ ഇതും ബെസ്റ്റ് മെത്തേഡല്ല. ഇനി മാർക്കറ്റ് പ്ലേസുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ളത്, നിങ്ങൾ ഓൾറെഡി നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്, നിങ്ങളാണ് മാനുഫാക്ചറെങ്കിൽ നിങ്ങളാണ് ആ പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് അതോറിറ്റി. നിങ്ങൾ തന്നെ റോ മെറ്റീരിയൽസ് എല്ലാം വാങ്ങി നിങ്ങൾ തന്നെ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ, ആരെയും കൈ മറിഞ്ഞ് പോകാതെ ആ പ്രൊഡക്റ്റ് നിങ്ങളുടെ അടുത്ത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭകരമായിട്ട് നല്ല രീതിയിൽ ആമസോണിൽ ചെയ്യാൻ പറ്റും. ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രം. ഓൾറെഡി ഗുജറാത്തിലും ബോംബെയിലൊക്കെ ഇരുന്ന് വളരെ ലോ കോസ്റ്റിൽ മാനുഫാക്ചർ ചെയ്യണവരോട് മത്സരിക്കാൻ പറ്റിയാൽ മാത്രം. ഇനി പലരും ആമസോണിലൊക്കെ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് എടുത്ത് അത് രണ്ടുപേരുടെ കൈ മറിഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും അതിനൊരു വിലയാവും. ഈ വിലയുടെ മേളിലേക്ക് നമ്മൾ പ്രൈസ് ഇട്ട്, സെല്ലിംഗ് പ്രൈസ് ഇട്ട് ആമസോണിൽ സെല് ചെയ്യാൻ നേരത്ത് ഓൾറെഡി അതിനേക്കാൾ താഴ്ന്ന വിലയിൽ വിൽക്കാനായിട്ട് മറ്റു സെല്ലേഴ്സ് ഉണ്ട്. അപ്പോൾ രണ്ടും സെയിം പ്രൊഡക്റ്റ്, ഒന്നിന് വില കൂടുതൽ, ഒന്നിന് വില കുറവ്. ഏത് പ്രൊഡക്റ്റ് നിങ്ങൾ പിക്ക് ചെയ്യും? നിങ്ങൾ ഏറ്റവും വില കുറഞ്ഞ പ്രൊഡക്റ്റാണ് പിക്ക് ചെയ്യുള്ളൂ. ഇതാണ് പ്രശ്നം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും സെല് ചെയ്യുമ്പോൾ. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും സെല് ചെയ്യണ ആർക്കും ലാഭം ഇല്ല എന്നല്ല ഞാൻ പറയണേ, അധിക സമയവും ഇത് നഷ്ടത്തിൽ കലാശിക്കും. പിന്നെ ഇതൊന്നും അല്ല ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു. ഇനി എന്താണ് ബെസ്റ്റ് മെത്തേഡ്? ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി പ്രൊഡക്റ്റുകളും സർവീസുകളും വിൽക്കാൻ പറ്റും. സോഷ്യൽ മീഡിയയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഒരുപാട് വ്യൂവേഴ്സ് അതിനുണ്ട്. നിങ്ങൾ എക്സ്ട്രാ കാശ് കൊടുത്ത് ആളെ കൊണ്ടുവരേണ്ട കാര്യമില്ല. നിങ്ങൾ നല്ല രീതിയിൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഗാനിക്കായിട്ട് തന്നെ നാച്ചുറലി നിങ്ങൾക്ക് വ്യൂവേഴ്സിനെ കിട്ടും. പിന്നെ വേറൊരു കാര്യം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ നമ്മളോട് എക്സ്ട്രാ പണമൊന്നും ആവശ്യപ്പെടുന്നില്ല. ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ എക്സ്ട്രാ എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട. ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ. യൂട്യൂബിൻ്റെ കാര്യം മറിച്ചല്ല, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ. ഇതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു ബെനിഫിറ്റ്. ഓൾറെഡി എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് അവിടെ ഉണ്ട്. ജസ്റ്റ് നിങ്ങളുടെ കണ്ടന്റുകൾ അവരിലേക്ക് എത്തിച്ചാൽ മാത്രം മതി. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റും ഇതും സർവീസുകളും, പ്രൊഡക്റ്റ് മാത്രമല്ല സർവീസുകളും നിങ്ങൾക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ധാരാളം കസ്റ്റമേഴ്സ് എക്സിസ്റ്റിംഗ് ആയിട്ട് സോഷ്യൽ മീഡിയയിലുണ്ട്. അവരിലേക്ക് എത്തേണ്ട ഒരു ടൈം മാത്രം നിങ്ങൾ എടുത്താൽ മതി. പുറത്ത് കടകളൊക്കെ ആയിട്ട് ഇരിക്കുന്ന പലരും ഉണ്ട്. നിങ്ങൾക്ക് ഏതായാലും പ്രൊഡക്റ്റുകളുണ്ട്, അത് ഏതായാലും വെറുതെ ഷെൽഫിൽ ഇരിക്കുകയാണ്. എന്തുകൊണ്ട് അത് സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് വിറ്റുവിടാം? ഒരു 10 ഓർഡർ സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ കസ്റ്റമേഴ്സിനെ പിടിക്കാൻ പറ്റും. പിന്നെ സോഷ്യൽ മീഡിയ വഴി നമുക്ക് കസ്റ്റമറെ കിട്ടുമ്പോൾ വേറൊരു ഗുണവും കൂടിയുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ നമുക്ക് കിട്ടുകയാണ്. അതായത് അവരുടെ ഫോൺ നമ്പർ കിട്ടുകയാണ്. ഡാറ്റ കിട്ടിയതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീടാർഗറ്റ് ചെയ്യാം. റീടാർഗറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിറ്റ കസ്റ്റമർക്ക് നമുക്ക് വീണ്ടും വിൽക്കാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങളുടെ ഷോപ്പിൽ ഒരു കസ്റ്റമർ വന്ന് പോയി വാങ്ങിച്ചു പോയി, അവരെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മറന്നു കളഞ്ഞു. അവരായിട്ട് വരികയാണെങ്കിൽ വരും, നിങ്ങളായിട്ട് ഒരിക്കലും റീടാർഗറ്റ് ചെയ്യാറില്ല. അധികം ആളുകളും ഇത് ചെയ്യാറില്ല. ചിലരൊക്കെ ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ച് ചെയ്യാറുണ്ട്, അതെനിക്കറിയാം. പക്ഷെ അധികം ആളുകളും ചെയ്യാറില്ല. സോഷ്യൽ മീഡിയയിലാവാൻ നേരത്ത് നമ്മുടെ വാട്സപ്പിലേക്ക് അവരെ കൊണ്ടുവരുമ്പോൾ നമുക്ക് അവരുടെ റിയൽ ഡാറ്റ കയ്യിൽ കിട്ടുകയാണ്. ഈ ഡാറ്റ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ നമുക്ക് കിട്ടൂല. അവരുടെ ഫോൺ നമ്പറോ കോൺടാക്ട് ഡീറ്റെയിൽസോ നമുക്ക് കിട്ടൂല. അഡ്രസ്സൊക്കെ കിട്ടും. എൻ്റെ പല വീഡിയോയുടെയും താഴെ വന്ന് പലരും ചോദിക്കാറുണ്ട്, അഡ്രസ്സ് കിട്ടൂലേന്ന്. ഓക്കെ, കസ്റ്റമറുടെ അഡ്രസ്സ് കിട്ടി. ഇപ്പോൾ കാസർഗോഡുള്ള ഒരു കസ്റ്റമറുടെ അഡ്രസ്സ് തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് കിട്ടി. എങ്ങനെ അയാളെ കോൺടാക്ട് ചെയ്യും?
വെറുതെ അവരെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അവരിലേക്ക് എത്തണമെങ്കിൽ അവരുടെ മൊബൈൽ ഫോൺ നമ്പർ കിട്ടണമല്ലോ. ഇതെല്ലാം ഈ മാർക്കറ്റ് പ്ലേസുകൾ ഹൈഡ് ചെയ്ത് കളയും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിന്റെയും ഫ്ലിപ്കാർട്ടിന്റെയും അതുപോലെ തന്നെ മീഷോയുടെയും കസ്റ്റമേഴ്സാണ് അത്. നിങ്ങളുടെ കസ്റ്റമർ അല്ല, നിങ്ങൾ ജസ്റ്റ് സെല്ലർ മാത്രമാണ് അതിൽ. നിങ്ങൾക്ക് റിയൽ ഡാറ്റയൊന്നുമില്ല, നിങ്ങൾക്ക് വേറെ പവർ അതിലില്ല. അവർക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ റിമൂവ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ കാലത്ത് ഓൺലൈനിലൂടെ പ്രൊഡക്റ്റുകൾ വിൽക്കേണ്ടത്. പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും. ഇപ്പം ആമസോണിൻ്റെ കേസൊക്കെ എടുത്തു കഴിഞ്ഞാൽ GST മറ്റു കാര്യങ്ങളൊക്കെ വേണം. നിങ്ങൾക്ക് ചെറുതായിട്ട് സോഷ്യൽ മീഡിയയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പഠിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, എവിടെ തുടങ്ങണം, എന്തൊക്കെ ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു 4-5 വർഷത്തെ എക്സ്പീരിയൻസ്, ഞാൻ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ചെയ്തത്, മറ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള സംരംഭകർ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ചെയ്യണേ, അവരുപയോഗിക്കുന്ന ടെക്നിക്കുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം കംപ്ലീറ്റ് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഇട്ടേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം, പഠിക്കാം. സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഓൺലൈനിൽ നല്ല രീതിയിൽ സെല് ചെയ്യണമെന്നുള്ളത് നമുക്ക് ഈ കോഴ്സിലൂടെ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റു ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.